നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സർവപ്രപഞ്ചത്തിലുമുള്ള എല്ലാ അണു മുതൽ കൃമി വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നമസ്കാരം. അപ്പം ഞാൻ കർമ്മ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് കർമ്മം? അത് ഒരു യുഗം പറഞ്ഞാലും പറഞ്ഞു തീർക്കാവുന്നതല്ല. ഇപ്പം കർമ്മം ഒരു മനുഷ്യൻ നമ്മൾ തെറ്റായിട്ടൊന്ന് നോക്കിയാലും അത് കർമ്മം പിടിക്കും നമ്മളെ. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞുകൂടാത്ത വിഷയമാണ് അയാളെക്കുറിച്ച് ഒന്നും പറഞ്ഞുകൂടാ. ഇപ്പം നമുക്ക് ഈ ഭൂമിയിൽ സർവ്വ ചരാചരങ്ങളെ ഈശ്വരൻ്റെ മക്കളാണ്. അപ്പോൾ ഈശ്വരന് മാത്രമേ അധികാരമുള്ളൂ, ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ അവരെ എന്ത് പറയാനും ഒരു കമ്പെടുത്ത് അടിക്കാൻ വരെ. പിന്നെ ഈശ്വരൻ്റെ പ്രതിനിധികളാണ് മാതാപിതാക്കൾ. മാതാപിതാക്കൾക്ക് മക്കളെ ശിക്ഷിക്കാനും അവരെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കളെ ശിക്ഷിക്കാം. മാതാപിതാ ഗുരു ദൈവം ഇത്രയും പേർക്കും മക്കളെ ശിക്ഷിക്കാം. അല്ലാതെ വേറെ ആർക്കും അതിനുള്ള അവകാശമില്ല. ഒരന്യനും നോക്കി നിൽക്കുന്നവനും കാണുന്നവനും സഹോദരങ്ങൾക്ക് പോലും ഒരുവനെക്കുറിച്ചും ഒന്നും പറയാൻ അധികാരമില്ല. പറയുക മാത്രമല്ല, ഇല്ലായ്മയൊന്നും, അതായത് അയൽക്കാരനായാലും അടുത്ത് നിൽക്കുന്നവനായാലും ആർക്കും തെറ്റായ കർമ്മങ്ങളൊന്നും, അകർമ്മങ്ങളാണതെല്ലാം, നീചകർമ്മങ്ങളാണ്, അശുദ്ധ കർമ്മങ്ങളാണ്. ഇതൊന്നും ചെയ്തുകൂടാ. അതായത് മഹാഭാരത കഥ തന്നെ ഉണ്ടായത്, മഹാഭാരതം തന്നെ ഉണ്ടായത് ആ പുരാണ കഥ എഴുതി വച്ചിരിക്കുകയാണ് വ്യാസൻ. പക്ഷേ ആ സംഭവം ഉണ്ടായ സംഭവമാണ്. ആ സംഭവം ഉണ്ടാകാനിടയായ കാര്യം, അതായത് 1000 അശ്വമേധയാഗം നടത്തിയ ഒരു രാജാവായിരുന്നു മഹാഭിഷുക്ക്. ആ മഹാഭിഷുക്ക് സ്വർഗത്തിൽ ഈ 1000 അശ്വമേധയാഗം നടത്തിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സ്വർഗവാസം കിട്ടി. അദ്ദേഹം അതായത് സ്വർഗതുല്യമായ ജീവിതം, സ്വർഗത്തിലിരിക്കുന്ന സമയത്ത്, വസിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയെ യാദൃച്ഛികമായി തെറ്റായ കണ്ണുകൊണ്ടൊന്നും നോക്കിയതാണ്. ആ നോട്ടത്തിലെ അപാകതയാണ് രണ്ടുപേർക്കും എക്സിറ്റ് അടിച്ചു കൊടുത്തു. ഭൂമിയിൽ പോയി ജന്മമെടുത്ത് ജീവിച്ചോളാൻ. അപ്പം അത്രയ്ക്ക് പ്യൂരിഫിക്കേഷൻ കിട്ടിയിട്ടാണ് മോക്ഷം കിട്ടിയിട്ടാണ് നമ്മൾ സ്വർഗത്തിലെത്തുന്നത്. ഈ സ്വർഗത്തിലെത്താൻ വേണ്ടി 1000 അശ്വമേധ യാഗം നടത്തിയ ഈ രാജാവിന്, ലക്ഷ്മി ദേവിയും അത്രയ്ക്ക് പ്യൂരിഫിക്കേഷനിലാണ്. ആ രാജാവിന് വീണ്ടും തിരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ ഇടയായതിൽ അതീവ ദുഃഖിതനായിരുന്നു. അപ്പം ആ ചെറിയ ഒരു നോട്ടപ്പിശകിൻ്റെ ഫലമാണ്. അതാണ് കർമ്മ അത്രയ്ക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണ് ഈ കർമ്മം എന്ന് പറയുന്നത് വിഷയം. ഈ കർമ്മം കൊണ്ട് തന്നെയാണ് നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടത് മുമ്പിനാൽ. അപ്പം കർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്രയുമുണ്ട്. അങ്ങനെയാണ് മഹാഭാരത കഥ തുടങ്ങുന്നത്. ലക്ഷ്മി ദേവി ഗംഗാദേവിയായിട്ട് ഭൂമിയിൽ ജനിക്കുകയും അഷ്ടവസുക്കളെ 8 പുത്രന്മാരെ ജനിപ്പിക്കുകയും ശന്തനു മഹാരാജാവായിട്ട് മഹാഭിഷുക്ക് വരികയും ഭീഷ്മരുടെ ജനനം 8 ഡോവാണ് ഭീഷ്മറായിട്ട് ജനിക്കുന്നത്. അഷ്ടവസുക്കൾ. ഞാനിത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്.